نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഏറെ വിഷമകരമായ ചില ദിവസങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പത്രത്താളുകളിലൂടെയും മീഡിയകളിലൂടെയും എല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറെ ദൗർഭാഗ്യകരമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കാശ്മീരിന് സമീപത്തുള്ള പഹൽഗാം എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒട്ടേറെ വിനോദസഞ്ചാരികൾ അവിടെ വന്നുകൊണ്ട് കാഴ്ചകൾ കാണാനും മറ്റുമൊക്കെയായി അവിടെ തമ്പടിക്കാറുണ്ട്. ആ പ്രദേശത്ത് കാണാനായി പോകാറുമുണ്ട്. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചില ക്രൂര മനസ്സിന്റെ ഉടമകൾ ആ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഏകദേശം 28ഓളം ആളുകളെ കൊല ചെയ്യുന്ന ഒരു വാർത്ത വളരെ ഞെട്ടലോടെയും വിഷമത്തോടുകൂടിയുമാണ് നമ്മളെല്ലാം കണ്ടത്. അതിൽ മരണപ്പെട്ട ആളുകൾക്ക്, അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിന് അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള സ്വസ്ഥതയും സമാധാനവും നൽകുമാറാവട്ടെ. ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ, ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള നമ്മുടെ ഇന്ത്യ, നമ്മുടെ നാട്ടിലെ ചർച്ചകൾ, ഇത് നമ്മൾ പരിശോധിച്ചു നോക്കുന്ന സമയത്ത്
എന്തൊക്കെയോ ചില അജണ്ടകളുമായി കൊണ്ടാണ് പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരൊറ്റ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ചില ആളുകളുണ്ട്. വരാനിരിക്കുന്ന ചില തെരഞ്ഞെടുപ്പുകൾ, ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ അത്തരത്തിലൊരു ചിന്ത വരുത്താനാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, മറുവിഭാഗം ഇന്നുള്ള ഭരണാധികാരികളുടെ പിടിപ്പുകേടിനെ കുറിച്ചും രാജ്യസുരക്ഷയിൽ അവർ ചെയ്യേണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ നിസ്സംഗമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചില ആളുകൾ ഒരു ഭാഗത്ത്, വേറെ ചില ആളുകളാകട്ടെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണെന്നും അതുകൊണ്ട് ഇതിന് തിരിച്ചടി കൊടുക്കണമെന്ന് വലിയ വൈകാരികമായി കൊണ്ട് പറയുന്ന ആളുകൾ. തീർച്ചയായും കൊല ചെയ്തവർ ആര് തന്നെയാണെങ്കിലും ശരി, അവർക്ക് കൃത്യമായ ശിക്ഷ വേണം എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് രാജ്യക്കാരനാണെങ്കിലും ഏത് ദേശക്കാരനാണെങ്കിലും അതിനുവേണ്ടി പണിയെടുത്തവർ ആരൊക്കെയാണെങ്കിലും അവർക്ക് കൃത്യമായ ശിക്ഷ അത് നിർബന്ധമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വേറെ ചില ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊല ചെയ്തവർ മുസ്ലിമീങ്ങളും കൊല ചെയ്യപ്പെട്ടവർ അത് ഹിന്ദുക്കളുമാണെന്ന് പ്രയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഹിന്ദു പ്രശ്നത്തിനു വേണ്ടി, ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടി, വിഭാഗീയതയുടെ വിത്തുകൾ മുളപ്പിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന ചിന്തയോടുകൂടി പരസ്പരം പാർശ്വവൽക്കരിക്കുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതകൾ ഉണ്ടാക്കുവാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തങ്ങളുടെ പേനകളും തങ്ങളുടെ കീപാഡുകളും തങ്ങളുടെ സംസാരങ്ങളും മൈക്കകളുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കും ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായി കൊല ചെയ്ത ആളുകൾ എത്രയോ ഉണ്ട്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം വ്യക്തികളിലേക്കോ രാജ്യങ്ങളിലേക്കോ മാത്രം ചുരുങ്ങുകയും, എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസ്ലിം പേരുള്ള ഒരു വ്യക്തി വരുമ്പോഴേക്ക് അത് ഇസ്ലാമിന്റെ മാത്രം കുറ്റമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിരോധാഭാസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു ജർമ്മനിയിൽ ഒരു മനുഷ്യൻ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയത്. ആ വാർത്ത വന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും അതിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ വാണുങ്ങിയതെങ്കിൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ വ്യക്തി പേരിൽ മാത്രം മുസ്ലിമുള്ള ഒരു യുക്തിവാദിയാണ്. ഇസ്ലാമിനെതിരെ മാത്രം സംസാരിക്കാനായി യൂട്യൂബ് ചാനലുള്ള ആൾ. അയാൾ ഇസ്ലാമിനെതിരെ മാത്രമായി കൊണ്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. ഇസ്ലാം ഒഴിവാക്കി ആരെല്ലാം വരുന്നുണ്ടോ അവരെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട നിയമസഹായങ്ങളും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ പരിശ്രമിക്കുന്ന ആൾ. പക്ഷേ എന്നിട്ടും വരവ് വെച്ചത് ഇസ്ലാമിന്റെ അക്കൗണ്ടിലാണ്. ഇങ്ങനെ ആരെന്ത് ചെയ്താലും അതിനെല്ലാം മുസ്ലിമീങ്ങൾ സമാധാനം പറയണം, അതിനെല്ലാം ഇസ്ലാമാണ് കുറ്റക്കാർ എന്ന് പറയുന്ന ഒരു വിരോധാഭാസം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്ക് അതിന്റെ കമന്റ് ബോക്സിൽ പോയിക്കൊണ്ട് മുസ്ലിം പേരുള്ള ആളുകൾ പറയുന്നു, ഇസ്ലാം അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളാരും അങ്ങനെയല്ല. ഇത്തരത്തിൽ പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ തന്നെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്താണ്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്തരത്തിലുള്ള ഏത് വാർത്തകൾ കേൾക്കുമ്പോഴും വേണ്ട ഈ വിഷയം മാത്രം എടുത്തുകൊണ്ട് പറയട്ടെ, അതിൽ ഒന്നാമത് ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരിക്കലും അകാരണമായി ഒരു മനുഷ്യനെ കൊല്ലാൻ, അയാളെ ഉപദ്രവിക്കാൻ, അയാളുടെ രക്തം ചിന്താൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല. ഒരാളെയും കൊല്ലാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. എത്ര സുന്ദരമായിട്ട് അള്ളാഹു പറയുന്നത്. ആരെങ്കിലും ഒരാളെ കൊന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വേറെ ആരെയെങ്കിലും കൊലപ്പെടുത്തുകയാണെങ്കിൽ നാട്ടിലുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, 700 കോടി മനുഷ്യന്മാരുണ്ടെങ്കിൽ 700 കോടി ആളുകളെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് ഒരാളെ കൊന്ന. അപ്പൊ 28 ആളുകളെ ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് അള്ളാന്റെ അടുക്കൽ എത്ര വലിയ ശിക്ഷ ഉണ്ടാകും?
അവിടെയാണ് മുസ്ലിം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും മറ്റൊരുത്തന്റെ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അവനെ കൊല്ലാനോ അവനെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ സിദ്ധാന്തമേ അതല്ല. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപാതകം ചെയ്യാനായി പഠിപ്പിച്ച ഒരു പ്രവാചകനല്ല, മറിച്ച് വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട പ്രവാചകന്റെ സ്വന്തം എളാപ്പയുടെ തലയെറുത്ത ആളുകളുണ്ട്. ആ എളാപ്പയുടെ വയറ്റിലേക്ക് കുന്തം കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയ ആളുകളുണ്ട്. അവരെ തിരിച്ചു കൊല്ലാൻ അവസരം കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു കൊന്നോ? ഇല്ല. അവരുടെ തലയെറുത്ത ആളുകളെ കിട്ടിയിട്ട് അവരുടെ തിരിച്ചു തലയെറുക്കാൻ വേണ്ടി പറഞ്ഞോ? ഇല്ല. ഇത്രയേറെ കൊലപാതകം ചെയ്ത ആളുകൾ, ഒരുപാട് ഉപദ്രവം ചെയ്ത ആളുകൾ, അവരെ എല്ലാം കിട്ടിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കോ, ഒരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൃത്യമായി കൊണ്ട് ഓരോരുത്തരുടെയും ചോദ്യം ചെയ്തുകൊണ്ട് കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇനി കൊന്ന ആളുകളെ പോലും തിരിച്ചു കൊല്ലുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പോലും ചില ആളുകൾക്ക് എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഇങ്ങനെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കൊലപാതകത്തിന് പ്രോത്സാഹനം നൽകും? വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വാചകങ്ങൾ നോക്ക്. കൊല്ലുന്നത് പോകട്ടെ, ഒരാൾക്കെതിരെ ആയുധം ചൂണ്ടുക എന്നത്. ഒരാൾക്കെതിരെ ആയുധം ചൂണ്ടുക, ആയുധം ചൂണ്ടുമ്പോഴാണല്ലോ കൊലപാതകത്തിലേക്ക് പോകുക. എങ്കിൽ ആ ഒരു ചൂണ്ടൽ പോലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ, ആരെങ്കിലും സ്വന്തം സഹോദരനെതിരെ അവന്റെ ഒരു ആയുധം ചൂണ്ടിക്കഴിഞ്ഞാൽ ഫഇന്നൽ മലായിക തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, അത് അവൻ ഉപേക്ഷിക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അത് കാശ്മീരിലെ തീവ്രവാദിയാണെങ്കിലും ശരി, അതല്ല ഗുജറാത്തിലെ തീവ്രവാദിയാണെങ്കിലും ശരി, ആര് തന്നെ ചെയ്താലും ശരി, നമ്മൾ തന്നെ നമ്മുടെ സഹോദരനെതിരെ, നമ്മുടെ അയൽവാസിക്കെതിരെ, നമ്മുടെ സുഹൃത്തിനെതിരെ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ വാളോങ്ങുകയോ ഏതെങ്കിലും ഒരു ആയുധം ഉപയോഗിക്കുകയോ ചൂണ്ടുകയോ ചെയ്താൽ പോലും മലക്കുകളുടെ ശാപമുണ്ട്. മലക്കുകളുടെ ശാപം കിട്ടിയാൽ പിന്നെന്താ അതിന്റെ അർത്ഥം? മലക്കുകളുടെ ശാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർക്ക് കാരുണ്യം ലഭിക്കുകയേയില്ല. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരിക്കൽ പോലും കളവ് പറയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ നമുക്കെതിരെ അള്ളാഹിനോട് പരാതി പറയാം. അതാണ് ശരിക്കും ആ ഒരു ശാപത്തിന്റെ വാക്ക്. ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരാളെ കൊല്ലുന്നതും തെറ്റാണ്, അയാൾക്കെതിരെ ആയുധം ചൂണ്ടുന്നതും തെറ്റാണ്. ഇനിയോ അതുമാത്രമല്ല, നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കണ സമയത്ത് ചില ആളുകളൊക്കെ കാണുമ്പോ ആ ഓനക്കൊന്ന് തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു മനസ്സിലുള്ള ഉദ്ദേശത്തിന് പോലും ശിക്ഷയുണ്ട്. ഒരാളെ കൊല്ലണമെന്ന ആഗ്രഹം, അതുപോലും പറ്റൂല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇദാ തവാജഹൽ മുസ്ലിമാനി ബിസൈഫിഹിമാ വൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാനായി അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു. രണ്ടാളും അവരുടെ മനസ്സിലുള്ളത് അങ്ങോട്ട് കൊല്ലണം, മറ്റോനാവട്ടെ ഇങ്ങോട്ട് കൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. കൊന്നവനാകട്ടെ കൊല്ലപ്പെട്ടവനാകട്ടെ അവൻ നരകത്തിലാണ്. അപ്പൊ സ്വഹാബിമാര് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ, അല്ല കൊല്ലപ്പെട്ടവന്റെ വിഷയത്തിൽ കൊന്നവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ തന്നെയാണ്. അയാൾ കൊലയാളിയാണല്ലോ. എന്നാൽ കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലെത്തും? കൊല്ലപ്പെട്ടവൻ എങ്ങനെയാ നരകത്തിലെത്തുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ഖദ് അറാദ ഖത്ല സാഹിബിഹി, അവന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? കിട്ടിയാൽ മറ്റോനെ കൊല്ലണം, ഒരവസരം കിട്ടിയാൽ മറ്റോനെ കൊല്ലണം. എങ്കിൽ ആ ഉദ്ദേശം, അവന്റെ നീയത്ത്, അവന്റെ ആഗ്രഹം, അതുപോലും അവനെ നരകത്തിലേക്ക് എത്തിക്കും. ഇത്രയും പഠിപ്പിച്ചതിൽ ഒരു മേഖലയും മറ്റൊരാളെ കൊല്ലാനോ അയാളെ ഇല്ലാതാക്കാനോ അയാളെ വെട്ടിമുറിക്കാനോ അയാൾക്കെതിരെ വെടിയുതിർക്കുവാനോ ഒന്നും പഠിപ്പിക്കാത്തവൻ. എന്നാലും കുറ്റം ഇസ്ലാമില്ല, എന്നാലും കുറ്റം മുസ്ലിമിങ്ങിനാ.
അവിടെയാണ് ഈ വിഷയം കൃത്യമായി നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില വാർത്താ ചാനലുകളിൽ വന്ന ചില കാര്യങ്ങളുണ്ട്. കലിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്ക് നിർബന്ധപൂർവം ഈ കൊലയാളികളായ ആളുകൾ ഓരോ ആളുകളുടെ അടുക്കിലേക്കും അവരുടെ കയ്യിലുള്ള മെഷീൻ ഗണ്ണുമായി കൊണ്ട് AK-47 ബന്ധപ്പെട്ടുകൊണ്ട് കലിമ ചൊല്ല് അല്ലെങ്കിൽ കൊല്ല, കലിമ ചൊല്ലുകയാണെങ്കിൽ അവരെ ഒഴിവാക്കും. ഇങ്ങനെ പറയപ്പെടുന്നു. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇങ്ങനെ പറഞ്ഞത് ശരിയാണെങ്കിൽ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തികൾ അവർക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല എന്നതിന് അർത്ഥം. ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാളോട് കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, അയാൾ കലിമ ചൊല്ലിയാൽ അയാൾ മുസ്ലിമായോ? ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് ജയ് ശ്രീറാം വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ ജയ് ശ്രീറാം വിളിച്ചു എന്നതുകൊണ്ട് അയാൾ ഹിന്ദുവായി മാറുമോ? അത് മാറാത്തിടത്തോളം കാലം ഇയാൾ മുസ്ലിമാകൂല. പിന്നെ എന്താണ് ഈ കലിമ? ഒരു പക്ഷേ പല ആളുകൾക്കും അറിയൂല. കലിമ എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് കലിമ? ഇസ്ലാമിൽ കലിമ എന്നുള്ള പ്രയോഗം വരുമ്പോ കലിമത്തു ഷഹാദയുണ്ട്, കലിമത്തു തൗഹീദുണ്ട്. രണ്ടും ബന്ധപ്പെട്ടതാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ഒരു വാക്ക് പ്രഖ്യാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷിയാണ്. അഖൂലു എന്നല്ല, ഞാൻ പറയുന്നു എന്നല്ല. അസ്മഉ, ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ല. അശ്ഹദു എന്ന് പറയണമെങ്കിൽ ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയണം. ഞാൻ അതിന് സാക്ഷിയാവണം. അതല്ലാതെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഭീഷണിക്ക് അടിമപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായ സഹായങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയാലോ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെ പറയാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ഇസ്ലാമിനെ മനസ്സിലായിട്ടില്ല. അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് AK-47 സാധാരണക്കാരായ ആളുകളുടെ നെഞ്ചകങ്ങളിലേക്ക് ചെന്നത്. അവർക്ക് ഇസ്ലാം അറിയൂല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി അവർ മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കും. കാരണം ഒരുപാട് വ്യാജ ഏറ്റുമുട്ടലുകൾ നമ്മുടെ നാട് കണ്ടതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാൾ മുസ്ലിമാകുമോ? അങ്ങനെ പ്രഖ്യാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ ഷഹാദ അല്ലെങ്കിൽ ഇസ്ലാമിലെ കലിമ? ആ കലിമത്ത് പ്രഖ്യാപിച്ചാൽ ഒരാൾക്ക് സ്വർഗമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട്. ഈ വാക്കൊരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അയാൾ സ്വർഗത്തിലെത്തുമോ? ഇത് കേവലം ഈ ഒരു ചർച്ചയുടെ വിഷയത്തിൽ മാത്രമല്ല. മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും പണ്ട് മുതലേ ചൊല്ലുന്നുണ്ട്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പാട്ടായിക്കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടുമൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ? എന്തിനാണത് പ്രഖ്യാപിക്കുന്നത്? അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇതൊന്നും പല ആളുകൾക്കും അറിയില്ല. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന? അല്ല, സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ആ സമയത്ത് അദ്ദേഹം പറയാണ്, ബല, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോല് തന്നെയാണ്. പക്ഷേ വലാകിൻ, പക്ഷേ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ. ഏതൊരു താക്കോലും അതിന് പല്ലുകൾ ഉണ്ടാവും. അതിന് ചില പല്ലുകളുണ്ട്, ഓരോ ആകൃതിയിലുള്ള പല്ലുകളുണ്ട്. ആ പല്ലുകളില്ലെങ്കിൽ ആ താക്കോല് കൊണ്ട് ഉപകാരമില്ല. ഒരു കേവലം ഇരുമ്പിന്റെ കഷ്ണം ഉപയോഗിച്ചതുകൊണ്ട് ഒരാൾക്ക് വാതിൽ തുറക്കാൻ കഴിയൂല. എങ്കിൽ അദ്ദേഹം വീണ്ടും പറയാണ്, ഫഇൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക വഇല്ലാ ലം യഫ്തഹ് ലക. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാതിൽ, ആ ഒരു താക്കോൽ, ആ താക്കോലിന്റെ പല്ല് നിന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ്, ആ പല്ലുള്ള താക്കോൽ ഉപയോഗിച്ചാൽ മാത്രമാണ് നിനക്ക് വാതിൽ തുറക്കാൻ കഴിയുക.
അതല്ല എങ്കിലോ നിനക്ക് കഴിയൂല. സഹാബിമാരുടെ ജീവിതത്തിൽ നിന്നും ദീന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കേട്ടു, ജനങ്ങൾ പറയുന്നു, എല്ലാവരും പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിലെത്തും എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി സ്വർഗത്തിലെത്തും, ഇങ്ങനെ ഉണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയണതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ, കലിമ ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗമുണ്ട്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചില അവകാശങ്ങളുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഷർത്തുകളുണ്ട്, ചില നിർബന്ധ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കാതെ അയാൾ ചൊല്ലിയിട്ട് കാര്യമില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടൂല. മറിച്ച് ഈ പറഞ്ഞ നിബന്ധനകൾ അയാൾ പാലിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ ആ നിബന്ധനകൾ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ 7 നിബന്ധനകൾ പറയുന്നു. 7 നിബന്ധനകൾ. ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് തന്നെ ക്ലിയർ ആവൂ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞവരാവട്ടെ കേട്ടവരാവട്ടെ അവരാരും തന്നെ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണെങ്കിൽ 7 നിബന്ധനകൾ അതിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അൽ ഇൽം, അറിവുണ്ടാവണം. അറിവോടുകൂടിയാണ് പറയേണ്ടത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഒന്നാമത്തെ നിബന്ധന അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും ഒക്കെ അറിയണം. ആരാണ് അല്ലാഹു അറിയണം. അല്ലാഹുവിന്റെ സിഫത്തുകൾ എന്താണ് അറിയണം. അല്ലാഹുവിന്റെ ഇസ്മുകൾ എന്താണ് അറിയണം. അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണം. അത് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് മരിച്ചാൽ, അറിഞ്ഞുകൊണ്ട് മരിക്കണം. വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന. വെറുതെ നാവോട് ഉച്ചരിച്ചാൽ മാത്രം പോരാ, അതറിയണം. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അൽ യഖീൻ, ദൃഢവിശ്വാസം ഉണ്ടാവണം. ഉറപ്പുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. ആടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസമല്ല, ആരെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴേക്ക് മാറ്റുന്നതല്ല, മറിച്ച് അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഒരു സംശയവുമില്ലാതിരിക്കുക. സംശയമില്ലാത്ത രൂപത്തിലാണെന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അല്ല, അതിപ്പോ അങ്ങനെ പറയേണ്ടതുണ്ടോ? മറ്റുള്ളവർക്ക് ഉണ്ടാവൂലേ അവരുടേതായ വിശ്വാസം, അവരവരുടെ വിശ്വാസവുമായിട്ട് ജീവിച്ചോട്ടെ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസത്തിൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിശ്വാസത്തിൽ അവരൊരു മാറ്റം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ വിശ്വാസി ആരാ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും അവർ വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, സുമ്മ ലം യർതാബു, പിന്നെ അവർക്കൊരു സംശയവും അതില്ല. ഒരു സംശയവുമില്ലാത്ത മുന്നോട്ട് പോയാൽ അവിടെ ഇങ്ങനെ അത് വേറെ ആർക്കെങ്കിലും ചാൻസ് ഉണ്ടാവോ? അവർക്കും കഴിവുണ്ടാവൂലേ? ഇന്ന ആളുകളോട് കൂടി ചോദിച്ചാൽ അവർക്കും സഹായിക്കാൻ കഴിയൂലേ? ഈ വിശ്വാസം ഒന്നും വിശ്വാസിക്കുണ്ടാവില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ യഖീൻ ഉണ്ടാകും, ഒരു ഉറപ്പുണ്ടാകും. അതൊരിക്കലും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നൊരവസ്ഥയാകൂല. മൂന്നാമത്തെ കാര്യമോ അൽ ഖബൂൽ, സ്വീകരിക്കണം. പരിപൂർണമായ ഒരു സ്വീകരിക്കൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് സ്വീകരിക്കാൻ എന്ത് പറഞ്ഞാലും, അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ കഴിയണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതിൽ വിശ്വാസിയുടെ കാര്യം മാത്രം പറയാം. ഒരു നല്ല മഴ പെയ്തു. ആ മഴ പെയ്ത സമയത്ത് അത് ഭൂമിയിലേക്ക് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണ്, ആ മണ്ണ് പോലെയായിരിക്കും വിശ്വാസി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം സ്വീകരിക്കും. അല്ലാഹു എന്തു പറഞ്ഞു? ഖുർആനിലുണ്ട് എന്നാ ഞാൻ സ്വീകരിച്ചു, ഹദീസിലുണ്ട് എന്നാ ഞാൻ സ്വീകരിച്ചു. അതല്ലാതെ ഖുർആനിലുണ്ട്, ആ ഖുർആനിലൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ,
ഹദീസിലുണ്ട്, അതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റേതായ ചില അഭിപ്രായങ്ങളുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാണെങ്കിൽ അല്ലാഹു എന്തു പറഞ്ഞാലും അവനനുസരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അവനനുസരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസം. ഇനിയോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരു നിബന്ധനയാണ്, ഷർത്താണ് അൽ ഇൻഖിയാദ്, കീഴൊതുങ്ങുക എന്നുള്ളത്. അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങണം, പൂർണ്ണമായി അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങണം. എന്തിലും, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു വാചകമുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ പറയും, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ബാക്കി കൂടിയുണ്ട്. അത് ഖുർആനിലുള്ള വാചകം. ഖുർആനിലുള്ള വാചക അല്ലാഹു പറയാണ്, ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരവും, വനുസുകി എന്റെ ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. എത്ര സുന്ദരമാണ് ഈ വാക്ക്. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അത് അല്ലാഹു. നിസ്കരിക്കുമ്പോ മാത്രം അല്ലാഹു, നോമ്പെടുക്കുമ്പോ മാത്രം അല്ലാഹു, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള രൂപം, കച്ചവടം അതെനിക്ക് തോന്നിയ പോലെ, പെരുമാറ്റം അതെന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട്, വാക്കുകൾ പറയുമ്പോ അതെനിക്ക് തോന്നിയ പോലെ അല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ, വമഹ്യായ എന്റെ ജീവിതം മുഴുക്കി, വമമാതി എന്റെ മരണവും. അവിടെ പ്രത്യേക ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ജീവിതം കൃത്യമായാലേ മരണം കൃത്യമാകും. വമഹ്യായ എന്റെ ജീവിതം അല്ലാഹ്ക്കാണെന്ന് പറയുമ്പോഴാണ് മരണം അല്ലാഹുവിന് സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിലോ പരാജയപ്പെട്ടു. അവിടെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാചകങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഈ പറഞ്ഞ ഓരോ നിബന്ധനകളും കൃത്യമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി അഞ്ചാമത്തെ വിഷയമുണ്ട്, അസ്സിദ്ഖ്, സത്യസന്ധത എന്നാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ ഒരിക്കലും അതിലൊരു കളവുണ്ടാകാൻ പാടില്ല. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാകാൻ പാടില്ല. അവിടെയാണ് ഈ കലിമ ചൊല്ലിപ്പിച്ചു എന്നത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചോദിച്ചു എന്നത് സത്യമാണെങ്കിൽ, അങ്ങനെ ഒരാൾ ചൊല്ലി എന്നതുകൊണ്ട് അയാൾ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. ഒരാൾ അയാൾക്കുള്ള ലാഭത്തിന് വേണ്ടി അയാൾ പറയാണ്, എനിക്കൊരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്, നിങ്ങളെല്ലാരും കൂടി എനിക്കൊരു 2 ലക്ഷം തരികയാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരാം. അയാൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരേണ്ടതല്ല ഇസ്ലാം. ഒരാൾ പറയാണ്, എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചോളാം. ആ ജോലി കൊടുത്തുകൊണ്ട് അയാളെ സ്വീകരിപ്പിക്കേണ്ടതല്ല ഇസ്ലാം. മറിച്ച് അയാൾ സത്യസന്ധമായി കൊണ്ടാ വരേണ്ടത്. ഒരിക്കലും ഒരു അളവ് പോലും അയാൾക്ക് ഭൗതികമായ ചിന്തയോ അതിനുള്ള താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ഹൃദയത്തിൽ അങ്ങേയറ്റം സത്യസന്ധമായി കൊണ്ടൊരാൾ പറഞ്ഞാൽ, ഇല്ല ഹറമഹുല്ലാഹു അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നരകം ഹറാമാക്കാതിരിക്കുകയില്ല. നരകം ഹറാമാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ സിദ്ഖൻ മിൻ ഖൽബിഹി, നാവ് ഒന്ന് പറയാ, ജീവിതം വേറൊന്നും. പേരിലെന്താ മുസ്ലിമാണ്. ഞാൻ ഈ പറയുന്നത് ഈ തീവ്രവാദത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ മുസ്ലിമീങ്ങളും. മുസ്ലിമാണോ അവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി, അതുണ്ടാവും. മനസ്സിൽ സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കി കാണി. നമ്മളൊക്കെ ജീവിതത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും നാവ് കൊണ്ട് ഉച്ചരിച്ചു എന്നല്ലാതെ ചില പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുന്നവരില്ലേ നമ്മുടെ സമൂഹത്തിൽ? ഞാൻ അല്ലാഹുവിനോട് കുറെ കാലം ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജാറത്തിലേക്ക് പോയത്, അതുകൊണ്ടാണ് ഞാൻ മക്കാബിലേക്ക് പോയത്.
അതുകൊണ്ടാണ് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് പോയത്, അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന ആളുകളുടെ അടുത്തേക്ക് പോയത് പറയുന്ന ആളുകൾ സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് കേവലം ഈ ശിർക്കൻ വിശ്വാസങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ഹറാമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ എത്ര കാര്യങ്ങൾ ഈ സിദ്ഖൻ മിൻ ഖൽബിഹി അറിഞ്ഞുകൊണ്ട് നമ്മൾ റെഡിയായിട്ടുണ്ടോ? ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി കച്ചവടത്തിൽ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തുന്നുണ്ട്, എന്തെല്ലാം വഞ്ചനകൾ നടത്തുന്നുണ്ട്. പലിശയുടെ വിഷയം അറിയാത്തവരാണോ ഈ സമൂഹം? ഖുർആനിൽ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഗൗരവത്തിലുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതേതാ? അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ, അതല്ലേ പലിശയുമായി ബന്ധപ്പെടൽ? എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തോ അതൊക്കെ ഒരു സർവ്വസാധാരണല്ലേ? ആരാ പതൊക്കെ ഇല്ലാത്ത? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ നടക്കൂല. എത്ര നിസാരവൽക്കരിച്ചുകൊണ്ടാ പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ സിദ്ഖൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ മനസ്സിൽ സത്യസന്ധമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം. ആറാമത്തെ നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണി അൽ ഇഖ്ലാസ്, നിഷ്കളങ്കതയുണ്ടാവുക. നിഷ്കളങ്കമായിക്കൊണ്ട് കപടതയില്ലാതെ പറയണം. കപടതയില്ലാതെ മനസ്സിലൊന്നും ശരീരത്തിൽ വേറൊന്നുമായിട്ട് അല്ലെങ്കിൽ നാവിൽ വേറൊന്നുമായിട്ട് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് പ്രവാചകരെ നിങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ആ സൗഭാഗ്യവാന്മാർ ആരാണ്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവരാണ്. അവിടെ പ്രവാചകൻ അവസാനിപ്പിച്ചിട്ടില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി വേറെ ഒന്നും ഉദ്ദേശിക്കാതെ, ഭൗതികമായ താല്പര്യങ്ങളില്ല, ആരുടെയെങ്കിലും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ആരുടെയെങ്കിലും ഭീഷണിക്ക് വേണ്ടിയല്ല, ഇതൊന്നുമില്ലാതെ ഒരാൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളാകുള്ളൂ. അപ്പോഴാണ് അവൻ കലിമ ചൊല്ലിയവനായി മാറുള്ളൂ. ഏഴാമത്തെ കാര്യം അൽ മഹബ്ബ, സ്നേഹമുണ്ടാവണം. എന്തിനോട്? കലിമയോട് സ്നേഹമുണ്ടാവണം. ആ കലിമയിൽ ഉച്ചരിക്കുന്നത് അള്ളാഹുവിന്റെ പേരാണെങ്കിൽ അള്ളാഹിനോട് സ്നേഹമുണ്ടാവണം. ആ കലിമയിൽ ഉച്ചരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാവണം. അങ്ങേയറ്റത്തെ സ്നേഹം, മറ്റെന്തിനേക്കാളും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടിയതാണ്. മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റെന്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാതെ. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാതെ മറ്റെന്തിനേക്കാളും. ഒരു പക്ഷേ നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത്, എന്നാൽ ചെയ്യാൻ പാടില്ല. വാപ്പയും ഉമ്മയും ഇങ്ങനെയാ പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നേരെ എതിരാ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കണം. വാപ്പാന്റെയും ഉമ്മാന്റെയും ആ വാക്ക് നമ്മൾ ഒഴിവാക്കണം. ആ വാക്ക് എതിരാകുന്ന, ദീനിനെതിരാ അല്ലാത്ത കാര്യങ്ങൾ അവരെന്തു പറഞ്ഞാലും സ്വീകരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് അല്ലാഹു റസൂലും പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളതാണ്. എങ്കിൽ മക്കളുടെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചില കാര്യങ്ങളുണ്ട്, അല്ലാഹു റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ടാണ് അവർ പറയുന്നത്. എങ്കിൽ ആ ജോലി എനിക്ക് വേണ്ട, അതിനേക്കാൾ ഉത്തമമായത് പടച്ചോൻ എനിക്ക് തരും. അല്ലാതെ അള്ളാഹുക്കും റസൂലിനും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹിനോടും റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളായി എണ്ണിയത് അത് കേവലം ഷർത്തായി എണ്ണിപ്പടിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചില ആളുകൾ കലിമ ചൊല്ലിയോ എന്ന് പറയുമ്പോഴേക്ക് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാമിലേക്ക് പ്രവേശനമുണ്ട് എന്ന തെറ്റായ ധാരണ ഒരു മുസ്ലിമിനും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കേണ്ടതല്ല കലിമ. അയാൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അത് ഓരോ മുസ്ലിമിനും നിർബന്ധമുള്ള കാര്യം. ഓരോ മുസ്ലിമും ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറയുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറെ വിഷമകരമായ ഒരു വിഷയത്തെക്കുറിച്ചും അതിൽ വിശ്വാസി മനസ്സിലാക്കേണ്ടതായ ചില തിരിച്ചറിവുകളെ കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. ആ ഒരു സംഭവത്തെ പലപ്പോഴും മുസ്ലിമീങ്ങൾ മുഴുവൻ ഇത്തരത്തിലാണ്. ഇവർ പഠിക്കുന്ന ഖുർആനും ഇവർക്ക് മതം പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദുമൊക്കെ ഇത്തരത്തിൽ ആളുകളെ കൊല്ലാനായി പരിശ്രമിക്കുന്നവരാണ് എന്നാണ് ഈ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വിഷയത്തിൽ പലരും പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും ചില മുസ്ലിം പേരുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ചില മുസ്ലിം പേരുകളുണ്ട്. കൊന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവരിലും ഈ പറയപ്പെട്ട പേരുകൾ കാണാൻ കഴിയും. എന്തുകൊണ്ട് അവർ കൊല ചെയ്യപ്പെട്ടു എന്നത് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ഈ ആക്രമണത്തിൽ ഇരകളായി തീർന്ന ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ചില ആളുകൾ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ അക്രമം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈപിടിച്ച ആള് അവരെ തടുത്തു നിർത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ അങ്ങനെയുള്ള മുസ്ലിമായ ചില ആളുകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥ മുസ്ലിം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദി ഫഇല്ലം യസ്തതി ഫബിലിസാനി ഫഇല്ലം യസ്തതി ഫബിഖൽബി ഫദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങൾ ആരെങ്കിലും ഒരു അക്രമം കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് എതിർക്കണം, കൈകൊണ്ട് നിങ്ങൾ തടുക്കണം. ഫഇല്ലം യസ്തതി, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ തടുക്കണം. അതിനും നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ ഫബിഖൽബി, ഹൃദയം കൊണ്ടെങ്കിലും. ഫദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിൽ ഏറ്റവും ചെറുത്. ആ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ സമൂഹത്തിൽ. ആരെന്ത് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും ശരി, എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും ശരി, അതൊന്നും ഞാനുമായി യാതൊരു ബന്ധമില്ല. ഈ പറയുന്നത് നാട്ടിലെ മുഴുവൻ ആളുകളെയും സദാചാര പോലീസ് കളിച്ചുകൊണ്ട് എല്ലാവരെയും എതിർക്കണമെന്നല്ല. കൈകൊണ്ട് തടുക്കേണ്ടതാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അധീനതയിലുള്ള ആളുകളാണെങ്കിൽ അവരെ കൈകൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. ചിലത് ചിലപ്പോ നാവ് കൊണ്ടായിരിക്കും, ചിലത് ആ ഒരു പ്രവർത്തനത്തെ എതിർക്കുക എന്നത് മനസ്സുകൊണ്ടുള്ള ഒരു വിരോധം കൊണ്ടെങ്കിലും ആകണം. പക്ഷെ ആ വിരോധം പോയിട്ട് അതിന്റെ കൂടെ കൂടികളായിട്ടാ പലരും ജീവിക്കണം. അതിന്റെ കൂടെ കൂടികളാവണം. പല ആഘോഷങ്ങളുടെ വിഷയത്തിലും ശിർക്കൻ വിശ്വാസങ്ങളുടെ പേരിലും എന്തെല്ലാം നടക്കുകയാണെങ്കിലും ശരി, അതിന്റെ കൂടെ കൂടി ജീവിക്കാം. യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയുന്നില്ല നമുക്ക്. എല്ലാ ആഘോഷങ്ങളും ഇല്ലാതാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിൽ ഞാനൊരു മുസ്ലിമാണെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കണം. എല്ലാത്തിനോടും ഒരു ബായ് ബായായിട്ട് ജീവിക്കലല്ല വിശ്വാസി. അവന്റെ വിശ്വാസത്തിന് ചില പവിത്രതയുണ്ട്, അവന്റെ ആദർശത്തിന് ചില കണിശതയുണ്ട്. ആ കണിശതയും പവിത്രതയും ഹുറുമത്തും അവൻ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിൽ ചില ആളുകൾ ഈ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചത്. ആളുകൾ പ്രയാസപ്പെട്ടപ്പോ അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുകൊടുത്ത ആളുകൾ, അവരെ സഹായിച്ച ആളുകൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ, അവരെല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും പല ആളുകളും പ്രഖ്യാപിക്കുന്നേയില്ല, അത് ന്യൂസാവുന്നേയില്ല, അത് സംസാരിക്കുന്നേയില്ല. മറിച്ച് കൊലയാളികളുടെ മതം മാത്രം നോക്കുക. അവിടെ സഹായികളുണ്ട്, ആ സഹായികൾ അവരുടെ മതത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. അത് ഏത് നാട്ടിലാണെങ്കിലും ശരി, കൊലപാതകിയാവാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്, കൊലപാതകികളുടെ കൈകൾ പിടിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആക്രമിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്, അക്രമിയുടെ കൈ പിടിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്.
അവിടെ അക്രമിയെ അല്ല സഹായിക്കേണ്ടത്, മറിച്ച് ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം. അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവനെ സഹായിച്ചുകൊണ്ട്, അവനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളായി നമ്മൾ മാറണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആളുകൾ അത് സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാകട്ടെ, അതിനെതിരെ നിലകൊള്ളുന്നവരാവട്ടെ, അവർ മനസ്സിലാക്കേണ്ട ഒരു ആയത്തുണ്ട്. ആരെങ്കിലും ഒരാളെ മനഃപൂർവ്വം കൊല്ലുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച അതേ ആയത്തിൽ അതിന്റെ ബാക്കി ഭാഗം അല്ലാഹു പറയാണ്, വമൻ അഹ്യാഹാ, ആരെങ്കിലും ജീവിപ്പിക്കുകയാണ്, അഥവാ ഒരാളെ കൊല്ലാൻ നോക്കുമ്പോ ആ കൊലപാതകയുടെ കയ്യിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ്. അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൊലപാതകയുടെ കൂടെ നിൽക്കാനല്ല, അവനെതിരെ നിൽക്കാനാ പഠിപ്പിച്ചത്. ആക്രമിക്കുന്നവന്റെ കൂടെ നിൽക്കാനല്ല, അവനെതിരെ നിൽക്കാനാ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, ഈ നാടിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വാചകം, ഇതൊരു അജണ്ടയായി സ്വീകരിച്ച ആളുകളുണ്ട്. രണ്ട് വിഭാഗമായി തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കി നിൽക്കുന്ന കടുകൻ കണ്ണുകളുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയകൾ ചലിപ്പിക്കുമ്പോ അതിൽ ഷെയർ ബട്ടൺ പോകുന്ന സമയത്ത്, ലൈക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കണം, ഞാൻ എന്റെ ഒരു വാക്ക് അതിൽ പോസ്റ്റ് ചെയ്താൽ അത് എങ്ങനെയായിരിക്കും സമൂഹത്തെ ബാധിക്കുക, ഏത് രൂപത്തിലായിരിക്കും സമൂഹത്തെ ബാധിക്കുക. ഞാനൊരു തുടക്കക്കാരനാകാൻ പാടില്ല, ഒരു അക്രമത്തിന്റെയും തുടക്കക്കാരനായി ഞാൻ മാറാൻ പാടില്ല, അതിന്റെ കൂടെ കൂടിയായിട്ടും ഞാൻ മാറാൻ പാടില്ല. മറിച്ച് എല്ലാത്തിനും എതിർക്കുന്ന ഒരു സാഹോദര്യ ബന്ധത്തോടുകൂടി നമ്മുടെ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ആ നിലക്ക് ഈ രാജ്യത്തോടുള്ള എല്ലാ ബന്ധങ്ങളും ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.